ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നയന പറയുന്നുണ്ട്, തിരുവോണമായിട്ട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട് എന്ന്. അപ്പോൾ മുത്തശ്ശി അത് തെറ്റിദ്ധരിക്കുകയാണ്, നയന ഗർഭിണിയാണോ എന്ന് കരുതി. അന്നേരം നയന പറയും, മുത്തശ്ശി അതൊന്നുമല്ല, വേറൊരു കാര്യമാണ് എന്ന് പറയും. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു മുത്തശ്ശൻ്റെ അസുഖം. പക്ഷേ ഇപ്പോൾ മുത്തശ്ശന് അസുഖങ്ങളൊന്നുമില്ല. ഈ മുത്തശ്ശനും മുത്തശ്ശി നല്ലതുപോലെ കള്ളത്തരം പറയുന്ന രണ്ടുപേരാ. മുത്തശ്ശൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് 2-3 മാസങ്ങളായി എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, എങ്ങനെ ഞങ്ങൾ കള്ളം പറഞ്ഞു എന്ന് നീ പറയുന്നേ? ഞങ്ങൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശൻ്റെ അസുഖം അതിന് ശരിക്കും മാറിയിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അന്നേരം അതുപോലെ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്, എൻ്റെ അസുഖം മാറിയെന്ന് മോളോട് ആരാ പറഞ്ഞത് എന്ന്. അന്നേരം നയന പറയുന്നതാണ്, ഞാൻ ഇന്നലെ നിങ്ങളുടെ റൂമിലേക്ക് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതിനെപ്പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, മുത്തശ്ശന് അസുഖമൊക്കെ മാറി എന്നുള്ളത്. മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറയും. അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട്, ആണോ അച്ഛാ, അങ്ങനെയാണോ എന്ന് ചോദിക്കുക. അന്നേരത്തേനും അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവർ പറയാണ്, അച്ഛൻ്റെ പരിങ്ങൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന്. അന്നേരം നയന അതിൻ്റെ കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശൻ എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത് എന്ന്. എനിക്ക് മനസ്സിലായി, മുത്തശ്ശന് അസുഖമുണ്ട് എന്ന് അറിയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത്തിരി വിഷമമാണ്, അതുകൊണ്ട് വലിയ വഴക്കുകളൊന്നും ഉണ്ടാകില്ല, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയുണ്ടോ. ഏതായാലും ഭയങ്കരമായ സന്തോഷം എല്ലാവർക്കും. ഇത്തിരി വിഷമാവുന്നുണ്ട് അനാമികയ്ക്കും ജലജയ്ക്കും ഒക്കെ കേട്ടോ. ഏതായാലും ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോഴേക്കും ഇത്തിരി പൂവൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശൻ്റെ തലയിലോട് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന പോലെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്നിട്ട് എല്ലാവരോടും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, ഭയങ്കര സന്തോഷം. അന്നേരം ജലജ ഇങ്ങനെ ഓർക്കുകയാണ്, ഈശ്വര ഇങ്ങേരെ തട്ടിപ്പോകും, അത് കഴിഞ്ഞ് സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊന്നും നടക്കുകയില്ലല്ലോ എന്നിങ്ങനെ ഓർക്കാണ് ജലജ അനാമികയൊക്കെ. അത് കഴിഞ്ഞ് നയന ചന്തുമോളെ ഇങ്ങനെ ഓണക്കോടിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല സുന്ദരിയാകുന്നുണ്ട്. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് നല്ല ഭംഗിയുണ്ട് മോളുടെ ഓണക്കോടി കാണാൻ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മോള് പറയണേ, എനിക്ക് അമ്മയെ കാണണമെന്ന്. അന്നേരം ഉറപ്പായിട്ട് അമ്മയെ കണ്ടിട്ടേ നമ്മൾ പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ആദർശ് പറയുന്നത്, ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് അടുക്കളയിലേക്ക് കയറുന്നത് ആണുങ്ങളാണ്, അവരാണ് പല വിഭവങ്ങളും ഉണ്ടാക്കുന്നതെന്ന്. അന്നേരം നയന പറയും, എങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഊണ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന്. അങ്ങനെ കളിയാക്കുമ്പോഴേക്ക്, എടി ഞാൻ നല്ല ഒന്നാന്തരമായിട്ട് പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കും, അത് നിന്നെക്കൊണ്ട് ഞാൻ കഴിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ അബി ഇങ്ങനെ തിരുവോണമായിട്ട് ഭയങ്കര തിരക്കിലാണ്, എന്തൊക്കെയോ ഇങ്ങനെ ലാബിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരത്തേലും നവി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുക തിരുവോണമായിട്ട്? നമ്മുടെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഒന്ന് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോകണ്ടേ? നീ അവിടെ വെറും സ്റ്റാഫ് മാത്രമല്ലേ, പിന്നെന്താ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മല മറിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അബി പറയും, ഞാൻ ആ കാര്യങ്ങളൊന്നുമല്ല നോക്കുന്നത്, വേറൊരു കാര്യം സെർച്ച് ചെയ്യുമായിരുന്നു, നീ എന്തിനാ ഇപ്പോൾ ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവി പറയുന്നുണ്ട്, സദ്യ ഉണ്ടാക്കിയതിന് ശേഷം നയനെ ആദർശേട്ടനും ഒക്കെ എൻ്റെ വീട്ടിലോട്ട് പോകും, നമുക്കും പോകണ്ടേ എന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, പോകണോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ പോലെ ഒരു സ്നേഹമൊന്നുമില്ല, ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരും. അവർക്ക് എന്തോ നീരസമുള്ള പോലെ നമ്മൾ കൊണ്ടുകൊടുത്ത ഓണക്കോടി പോലും അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അതൊന്നും നീ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവരെന്താ അങ്ങനെ മാറിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, നീ കുറേ സംസാരിക്കുമെന്നല്ലാതെ നിന്നെ പോലെ ഒന്നുമല്ല നിൻ്റെ അനിയത്തി, അവൾ ഭയങ്കര ബുദ്ധിയുള്ളവളാണ്, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് അവളിങ്ങനെ അവരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുപോലെ നന്ദുവിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തൊട്ട്, ആദർശേട്ടൻ്റെയും ചന്തുമോളുടെയും കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ ഭയങ്കര വിശ്വാസമായിരുന്നു അവൾക്ക്. നിന്നെക്കാളും ഇഷ്ടം നയനയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും. അന്നേരം നവി പറയുന്നുണ്ട്, എനിക്കും അതൊക്കെ അറിയാം, ഒക്കെ ചെയ്യാം, പക്ഷേ എന്നാലും നമുക്ക് അവിടെ ഉള്ളവരെ വന്ന് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും നവി പറയുക, നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോഴേക്കും ആദർശം നയനെ അവിടെ കാണും, ആദർശേട്ടനും നയനെ അവിടെ കാണും, അവർക്ക് കൂടുതൽ പ്രാധാന്യം നിൻ്റെ അച്ഛനമ്മയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തീരെ സഹിക്കില്ല, വിഷമാവുമെന്ന് പറയുക. അന്നേരം നവി പറയും, എനിക്കും അതൊരു വിഷമാണ് എന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാതെ ഇരുന്നാലോ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോഴേക്കും അന്നേരം നവി പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ, പോണോ പോണ്ടേ എന്നുള്ളതിനെ ഇങ്ങനെ ഓർത്താ. അന്നേരം അഭി ഇങ്ങനെ മനസ്സിലോർക്കും, ഈശ്വര കനകയും ഗോവിന്ദനും എൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്ന്, അതറിഞ്ഞോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് അഭി ഇങ്ങനെ നവിയോട് പറയുന്നത്. അതിന് വേറൊരു മാർഗം കണ്ടെത്തുന്നുണ്ട് കേട്ടോ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആദർശിനെ നയനയുടെ അനഘയുടെ അടുത്ത് ഇങ്ങനെ പോവുകയാണ് കാണിക്കുന്നത്. അനഘയ്ക്കും അതുപോലെ അവിടെ നിൽക്കുന്ന ചേച്ചിക്കും ഒക്കെ ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ. ഏതായാലും അവിടെ ചെല്ലുന്ന മോൾക്ക് ഭയങ്കര സന്തോഷം, അനഘ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നയന ഇങ്ങനെ അനഘയോടായിട്ട് ഇങ്ങനെ പറയുകയാണ്, അടുത്ത ഓണത്തിന് അനഘ എഴുന്നേറ്റിരിക്കും, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് മരുന്നിനേക്കാൾ കൂടുതൽ ബലം ചെയ്യുന്നത് ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും, അതുകൊണ്ട് നല്ലത് സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിന്നെ ആ ചേച്ചിയോടും കുറച്ച് കുശലമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരുവാണ് കേട്ടോ.
അവരവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിയുമ്പോഴേക്കും അനഘയ്ക്ക് ആകെ സങ്കടമാണ് കേട്ടോ. അന്നേരം ആ ചേച്ചി അനഘേനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോള് വിഷമിക്കൊന്നും വേണ്ട, ചന്തുമോള് നല്ല രീതിയിൽ ഇങ്ങനെ ഭാഗ്യമുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇവരുടെ കൈകളിലേക്ക് ആ കുട്ടി എത്തിയത്. അവൾക്ക് ഒരു കുറവില്ലാതെ അവരിങ്ങനെ ഒരു രാജകുമാരിയെ പോലെ നോക്കിക്കൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോരുന്ന ആദർശ നയനയും നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ടാണ് ഇങ്ങനെ വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോഴേക്കും ചന്തുമോൾ ഇങ്ങനെ ഓടിപ്പോയി ഗോവിന്ദൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗോവിന്ദൻ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അന്നേരം അനഘയുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടാണ് കേട്ടോ വന്നത് എന്ന് പറയുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ആ കുട്ടിക്ക്, കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർമാർ വലിയ പ്രതീക്ഷയില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, ഏതായാലും ഈ മോളും അനഘയും ഭാഗ്യമുള്ളൊരു ആൾക്കാരാണ്, അതുകൊണ്ടാണല്ലോ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാനും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ടും ഒക്കെ സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നയനെ ചോദിക്കുമ്പോഴേക്കും ഇന്ന് ഓണമായിട്ട് എൻ്റെ SI ഇല്ലേ, SI ഡ്യൂട്ടിക്ക് പോയെന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നന്ദു വരുന്നുണ്ട്. അന്നേരം കനക പറയും, എപ്പോഴാണ് വിളി വരുന്നതെന്ന് അറിയത്തില്ല, ഏതായാലും ഇന്ന് ആരും ശല്യം ചെയ്തില്ല എന്ന്. എന്നാൽ ഏതായാലും ആ സാരി എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന നന്ദുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആദർശിനും നയനയ്ക്കും. ആദർശ് പറയുന്നുണ്ട്, സാരിയിൽ ഈ സാരിയിൽ നന്ദുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. അന്നേരം നയന പറയാണ്, ഞാൻ അത്യാവശ്യം കളർ സെൻസ് ഒക്കെ ഉള്ള ആളാണ്, പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് നീ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഞാൻ എടുത്ത് തന്നാൽ പോലും ഇത്രയും നന്നാവില്ല, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ശരിയാകാറില്ല, അതുകൊണ്ട് ഇത് നീ എടുത്തത് തന്നെയാണോ, അത് നിനക്ക് വേറെ ആരെങ്കിലും എടുത്ത് തന്നതാണോ എന്ന് ചോദിക്കും. അന്നേരം കനക പറയും, എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന്. അന്നേരം ആദർശ്, അത് നേരാണല്ലോ, ഇനി അനിയെങ്ങാനും എടുത്ത് തന്നതാണോ ഇത് എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അനി ഓണക്കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ വിലക്കിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയും, ഏതായാലും നന്ദു സാരിയൊക്കെ എടുത്ത് വന്നതല്ലേ, 1-2 ഫോട്ടോസ് എടുത്തേക്കാം, ഇനിയിപ്പോൾ കല്യാണാലോചനയൊക്കെ വരുമല്ലോ, ഫോട്ടോ കാണിക്കണമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്ക് സാരി എടുത്തുള്ള ഫോട്ടോ തന്നെ കാണിക്കണോ എന്നിങ്ങനെ പറയണം. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇവിടെ അച്ഛനും അമ്മയും കല്യാണക്കാരും പറഞ്ഞ് ഞാൻ കേട്ടുമടുത്തു, ഇനി ആദർശേട്ടനും അങ്ങനെ തുടങ്ങാതെ എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കെട്ടിച്ചു വിടണം, അതൊരു നല്ല കാര്യമാണ്, അപ്പം അങ്ങനെ ഒരു കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാരിങ്ങനെ ചോദിക്കും, ഇനിയിപ്പോൾ നിനക്കൊരു ജോലി ആയല്ലോ, അതുകൊണ്ട് ജോലിയെപ്പറ്റി ആൾക്കാരിങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് വിവാഹം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണെന്ന് അങ്ങനെ നന്ദുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുക്കും. അന്നേരം നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, ഏതായാലും ഫോട്ടോ എടുക്കുമല്ലേ, ചന്തുമോളുടെ കൂടെ നിന്നൊരു ഫോട്ടോയും കൂടെ എടുത്തു, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് മോളെ കൂടെ ഇങ്ങനെ കൂട്ടി ഫോട്ടോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ചന്തുമോളുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, ഇന്നലെ നവ്യയും അതുപോലെ തന്നെ അബിയും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു ഓണക്കോടിയൊക്കെ ആയിട്ട്, അത് വലിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിയാനാണ് ഞങ്ങൾക്ക് തോന്നിയത്, പിന്നെ അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി നവ്യയോട് ഞങ്ങൾ പറയേണ്ടി വരില്ലേ, അതുകൊണ്ട് ക്ഷമിച്ചല്ല സഹിച്ച് ഞങ്ങൾ ഇവിടെ നിന്നു എന്ന് പറയും. എന്നിട്ട് കനക പറയുന്നുണ്ട്, എല്ലാം സഹിക്കാം, നവ്യമോള് കുറ്റപ്പെടുത്തുന്നതും സഹിക്കാം മോനെ, പക്ഷേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ച് അവനിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത്, കൈ നിവർത്തി അവൻ്റെ മുഖത്തേക്ക് ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആദർശൊന്നും പ്രത്യേകിച്ച് മിണ്ടുന്നില്ല. നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും അന്നേരം ആദർശ് പറയും, അത് എന്തെങ്കിലും ആകട്ടെ, ഏതായാലും നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് നിന്ന് ഒരു സെൽഫി എടുക്കുക എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനന്തപുരിയിലേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ പോരുവാണ് രണ്ടുപേരോട് ഇങ്ങനെ. ഏതായാലും അവരിങ്ങനെ വരുന്നതേക്കും ദേവയാനി ഇറങ്ങി വരും. എന്നിട്ട് ആഹാ പോയിട്ട് പെട്ടെന്ന് പോകുന്നോ എല്ലാവരും എന്ന് ചോദിക്കും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇന്നിപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ സദ്യ ഉണ്ടാക്കി ഇവിടെ കൂടായിരുന്നു, കനകയും ഗോവിന്ദനും വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനെ ഒരു ഓണക്കോടി എടുത്ത് കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതിന് അവൾക്ക് ഓണക്കോടിയൊക്കെ കിട്ടി, ഇന്നിപ്പോൾ ഒരു സാരിയൊക്കെ ഉടുത്ത് നല്ല മിടുക്കിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതെ സാരിയൊക്കെ ഉടുത്ത് നന്ദുവിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കല്യാണാലോചന വരുമ്പോൾ നമുക്ക് കാണിക്കണമെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും വേണ്ടേ എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി എങ്കിലും ആ ഫോട്ടോ ഒന്ന് എന്നെ കാണിച്ചു എന്നിങ്ങനെ പറയും. എന്നിട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരിയൊക്കെ ഉടുത്ത് നന്ദുവിനെ കാണാൻ, ഈ സാരി നന്നായിട്ട് നന്ദുവിനെ ചേരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അനി ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര ഞാൻ കൊടുത്ത സാരി തന്നെ ആയിരിക്കണേ അവൾ ഉടുത്തത് എന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പിന്നെ ഇങ്ങനെ പറയുവാണ്, അതെ ആ ഫോട്ടോ ഒന്ന് എൻ്റെ ഫോണിലേക്ക് അയക്കാവോ, എന്തെങ്കിലും കല്യാണാലോചന വരുവാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയാണ്. അന്നേരം അനി ഇങ്ങനെ ബാക്കിൽ നിന്നിങ്ങനെ ഓർക്കുക, ഈ വല്യമ്മയുടെ ഒരു കാര്യം, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരുത്തൻ കച്ച് കെട്ടി നിൽപ്പുണ്ട്, എന്നിട്ട് അതൊന്നും ആർക്കും കാണണ്ട എന്തൊരു കഷ്ടമോ എന്നൊക്കെ ഇങ്ങനെ അനിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് അവരിങ്ങനെ റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഫോട്ടോസ് ഒന്ന് അടിച്ചു മാറ്റണമെന്ന് അനിയുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഈ സമയം നമ്മുടെ നന്ദു ആണെങ്കിൽ അനി മേടിച്ചു കൊടുത്ത ആ സാരി ഇങ്ങനെ മടക്കി എടുത്ത് വെച്ചിട്ട്
അതൊന്നിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് അതിലൊരു ഉമ്മയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ അനി എനിക്ക് ആദ്യമായിട്ട് മേടിച്ച് തന്ന ഒരു ഓണക്കോടിയാണ്. ഇനിയിപ്പോൾ ഞാനും അവനും ഒന്നിച്ചില്ലെങ്കിൽ പോലും എന്നും ഇതിൻ്റെ കയ്യിൽ ഒരു ഓർമ്മയായിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അനിയാണെങ്കിൽ ആദർശിൻ്റെ റൂമിലോട്ട് ഇങ്ങനെ ചെല്ലുന്നു. എങ്ങനെയെങ്കിലും ആ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് ഒന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി ആദർശിൻ്റെ ഫോണിൻ്റെ പിൻ നമ്പറൊക്കെ ഇങ്ങനെ കാണാൻ പാടാണ് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അനിയുടെ ഫോണിലോട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഇത്രയും മതി, ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി പോരുന്നത്. എന്നിട്ട് അതിലൊരു ഫോട്ടോ ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ അയച്ചു കൊടുക്കും. അന്നേരം മെസ്സേജ് വരുന്നത് എടുത്ത് നോക്കുമ്പോൾ, ഈശ്വര ഈ ഫോട്ടോ എങ്ങനെ ഇവൻ്റെ കയ്യിൽ കിട്ടിയത് എന്നിങ്ങനെ നന്ദു ഓർക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ട് പുറകെ തന്നെ കോൾ ചെയ്യുകയാണ് അനി. എന്നിട്ട് നന്ദുവിനോട് പറയുക, അതെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ, എനിക്ക് ഫോട്ടോസ് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും അതാരാ നിനക്ക് തന്നത് എന്ന് ചോദിക്കും. അന്നേരം ആരും തന്നതൊന്നുമല്ല, ആദർശേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാൻ തപ്പി എടുത്തതാണ് എന്ന് പറയും. എന്നിട്ട് അനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞത് ഞാൻ എടുത്ത് തന്ന ഓണക്കോടി ഉടുക്കില്ല എന്ന്, എന്നിട്ട് എന്താ നീ ഉടുത്തതെന്ന് ചോദിക്കും. അന്നേരം നിന്നോട് ഞാൻ പറഞ്ഞ സമയത്ത് ഉടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു, അത് കഴിഞ്ഞാണ് തീരുമാനിച്ചത് എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ മനസ്സിലായി, നീ ഇനി ഒരിക്കലും ഞാൻ തരുന്ന ഗിഫ്റ്റ് ഒന്നും വലിച്ചെറിയില്ല എന്ന്, അതുപോലെ തന്നെ എന്നെയും വലിച്ചെറിയില്ല എന്ന് എനിക്ക് അറിയാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ല അനി എന്നിങ്ങനെ പറയും. അന്നേരം അനി പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ മുമ്പിൽ മനസ്സ് മറിച്ചിങ്ങനെ പിടിക്കുകയൊന്നും വേണ്ടി നോക്കുകയൊന്നും വേണ്ട, ഇനി ഒരിക്കലും നീ എൻ്റെ ഒന്നും വലിച്ചെറിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അത് ആ ഒരു കാര്യം മാത്രം മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോൺ വെക്കുവാണ്. നേരത്തേക്ക് എതിർത്തൊന്നും നന്ദു പറയുന്നില്ല. രണ്ടുപേരോട് ഇങ്ങനെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, നയനയും ആദർശ ബാക്കി ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെ എതിർത്തുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരതെല്ലാം ഇങ്ങനെ അകന്ന് നിൽക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.